ഹായ് സ്റ്റുഡൻസ്. അപ്പൊ നമ്മള് ഡെസിമൽ ഫോംസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ. അപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ അതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് ഒക്കെ എടുത്തായിരുന്നു. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ടുള്ള അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് പോകാം. അപ്പൊ അതിനു മുൻപായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഓർമ്മയ്ക്ക് വേണ്ടി പറയാം. ഇപ്പോ 2/10 നമുക്കറിയാം 0.2 ആണ്. ഇപ്പൊ വേണമെങ്കിൽ ഒരു 5/100 ആണെങ്കിൽ 0.05 അല്ലെ. ഒരു 23/10,000 ആണെങ്കിലോ 0.0023. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു അല്ലെ. അപ്പൊ ഇവിടൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ഫ്രാക്ഷൻ കണ്ടപ്പോൾ അതിന്റെ ഡെസിമൽ ഫോമിലേക്ക് മാറ്റി എഴുതാൻ പറ്റി. ഒരു ഫ്രാക്ഷനിൽ നിന്നും അതിന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ ഫോമിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് എഴുതാൻ സാധിച്ചത് എന്തുകൊണ്ടാ? ഇപ്പൊ നിങ്ങൾക്ക് ഇതേ ക്വസ്റ്റ്യൻ ഞാൻ ഇങ്ങനെ തരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ 7/20 എത്രയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഫോമിൽ എഴുതി പോകാൻ പറ്റുമോ? പെട്ടെന്ന് എഴുതാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് നമുക്ക് ആ ഡെസിമൽ ഫോം പെട്ടെന്ന് എഴുതാൻ പറ്റി? ഇവിടെ എന്തുകൊണ്ട് അത് സാധിച്ചില്ല? ഇവിടെ എല്ലാം 10ന്റെ പവേഴ്സ് ആയിരുന്നു. ഇപ്പൊ ഡിനോമിനേറ്റർ നമുക്ക് ഡെസിമൽ എന്ന് പറഞ്ഞാൽ തന്നെ ശരിക്കും മലയാളത്തിൽ ദശാംശം 10മായി ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇതെല്ലാം എഴുതുന്നത്. അപ്പൊ ഇതെല്ലാം 10ന്റെ പവേഴ്സ് ആണ്. അപ്പൊ 10ന്റെ പവറുമായി ബന്ധപ്പെടുത്തി ഡിനോമിനേറ്റർ 10ഓ അതിന്റെ പവേഴ്സോ ആണെങ്കിൽ ഡെസിമൽ ഫോംസ് എഴുതാൻ വളരെ എളുപ്പമാണ്. എത്ര സീറോസ് ഉണ്ടോ ഡെസിമലായിട്ട് അത്രയും പ്ലേസുകൾ കണ്ടാൽ മതി അല്ലെ. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെയായിരുന്നു അല്ല. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അതാണ്. ഡിനോമിനേറ്റർ 10ന്റെ പവർ അല്ലാത്ത ഡെസിമൽ നമ്പേഴ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഫ്രാക്ഷനിൽ നിന്നും എങ്ങനെ ഡെസിമൽ ഫോമിലേക്ക് മാറ്റും? വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യമേ ഉള്ളൂ. ഡിനോമിനേറ്റർ 10ഓ 10ന്റെ പവേഴ്സോ അല്ലെങ്കിൽ 10ന്റെ പവേഴ്സ് മീൻസ് 10, 100, 1000, 10,000, lakh ഈ ഒരു ഫോമിൽ അല്ലെങ്കിൽ നമ്മൾ ആ ഫോമിലേക്ക് മാറ്റും. എല്ലാ ഫ്രാക്ഷനെയും അങ്ങനെ മാറ്റാൻ പറ്റത്തില്ല. അങ്ങനെ മാറ്റാൻ പറ്റുന്ന ചില ഫ്രാക്ഷൻ ഉണ്ട്. നമ്മൾ ഇന്ന് അതിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെയുള്ള ഫ്രാക്ഷൻസിൽ നമ്മൾ എങ്ങനെയാണ് ഡെസിമൽ ഫോം കണ്ടുപിടിക്കുന്നത്? അപ്പൊ വളരെ കാര്യമായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഡിനോമിനേറ്ററിനെ നമ്മൾ എന്തിന്റെ ഫോമിലേക്ക് മാറ്റും? 10ഓ 10ന്റെ പവേഴ്സിന്റെ ഫോമിലേക്ക് മാറ്റും. അപ്പൊ ഡയറക്റ്റ് ഇപ്പൊ ഈ 20 നിങ്ങൾക്ക് അറിയാം. 20 into 5 എന്ന് പറയുന്നത് 10 ആണെന്ന് അറിയാം. 100 ആണെന്ന് അറിയാം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ഈക്വൽ ടു ഫ്രാക്ഷൻ. ഇപ്പൊ 20 ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 100 കിട്ടും. അപ്പോ 7 into 5 20 into 5. എന്തിനാ രണ്ടിടത്ത് 5 കൊണ്ട് മൾട്ടിപ്ലൈ? ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുന്ന കാര്യം എന്താ? കാര്യം നമുക്ക് ഇതിന്റെ ഈക്വൽ ആയിട്ടുള്ള വാല്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ ന്യൂമറേറ്ററിനെ മാത്രം മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിനോമിനേറ്ററിനെ മാത്രം മൾട്ടിപ്ലൈ ചെയ്യുകയോ ചെയ്താൽ ഫ്രാക്ഷൻ വേറെ ആയിപ്പോകും. മറ്റൊരു ഫ്രാക്ഷൻ. ഇതിപ്പം ഈക്വൽ ഫ്രാക്ഷൻ ഈക്വൽ ഫ്രാക്ഷനാണ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഇത് ചെയ്യുമ്പോൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എന്തിനാ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്? ഡിനോമിനേറ്ററിനെ 10ന്റെ പവർ ആയിട്ടുള്ള 100 ആക്കാനാണ്. നമുക്കറിയാം 20 into 5 100 ആണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയത്. എല്ലാം ഇപ്പോഴും ഇങ്ങനെ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ നമുക്ക് എഴുതാം 35/100. 35/100 എന്തോ നമുക്കറിയാം. 35/100 എന്ന് പറയുന്നത് എന്തോ 0.35. അപ്പൊ നമുക്ക് 7/20ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് കിട്ടിയ എത്രയാ? 0.35. ഓക്കെ. അപ്പൊ ഇത്തരത്തിൽ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ. അപ്പൊ ഇത് പിടികിട്ടിയല്ലോ. അപ്പൊ അത് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇപ്പൊ 7/20 ഡിനോമിനേറ്റർ 10ഓ 10ന്റെ പവറോ അല്ലായിരുന്നു. പക്ഷെ നമ്മൾ 10ന്റെ പവർ ആക്കി. എങ്ങനെയാ? 7/20യെ എന്ത് ചെയ്യുന്നുണ്ട്? 20 into 5 100 ആണെന്ന് അറിയാവുന്നത് കൊണ്ടാണ്. എല്ലാവർക്കും ചിലപ്പോൾ അറിയണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ആദ്യം ഞാൻ എളുപ്പമുള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കാണിക്കാം. ഇപ്പോ 1/2 ഇത് പെട്ടെന്ന് ചിലവർക്ക് അറിയുന്നത് 0.5 ആണ്. പോട്ടെ. അല്ലെങ്കിൽ നമ്മൾ ഇത് എങ്ങനെയാ ചെയ്യുന്നത്? അപ്പൊ 2 എന്ന് പറയുന്നത് നമുക്ക് എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ 10ഓ അതിന്റെ പവറോ കിട്ടുന്നുണ്ട്. അടുത്ത നോക്കിയേ 2 into 5 10 അല്ലേ. അപ്പോ എന്ത് ചെയ്യണം? 1 into 5/2 into 5. എന്താ ചെയ്തേക്കുന്നത്? ഈ ഫ്രാക്ഷന്റെ ഈക്വൽ ഫ്രാക്ഷൻ കണ്ടുപിടിച്ചേക്കുക. എന്ന് പറഞ്ഞാൽ 5/10. 5/10 എത്രയാ? 0.5. അപ്പൊ 1/2ന്റെ വാല്യൂ എത്രയാണ്? 0.5. തിരിച്ച് വേറെ നോക്കുക. ഇപ്പോ 3/5 ആണെങ്കിലോ? 3/5 ആണെങ്കിൽ എങ്ങനെ ചെയ്യുന്നത്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 5നെ എന്തെങ്കിലും മൾട്ടിപ്ലൈ ചെയ്താൽ 10ഓ അതിന്റെ പവറോ നോക്കുക. ഇതൊക്കെ പെട്ടെന്ന് കിട്ടുന്നതാ. ഇപ്പൊ 2 ആണെന്ന് അറിയാം. അപ്പൊ 3 into 2/5 into 2. നമുക്ക് ഡിനോമിനേറ്റർ മാത്രം നോക്കിയാൽ മതി. ന്യൂമറേറ്റർ ഉണ്ടാകുന്ന ചേഞ്ച് എന്തോ ആയിക്കോട്ടെ. ഡിനോമിനേറ്റർ 10ഓ അതിന്റെ പവറോ കിട്ടണം. അപ്പോ 5 into 2 എന്ന് പറയുമ്പോൾ 10 ആണ്. ദാറ്റ് ഈസ് 6/10 വിച്ച് ഈസ് ഈക്വൽ ടു 0.6. എളുപ്പമല്ലേ? അപ്പൊ ഇതുപോലെ ഡിനോമിനേറ്റർ 10 അല്ലാത്ത നമ്പേഴ്സിനെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 10ന്റെ പവറിലേക്ക് മാറ്റിയിട്ട് നമ്മൾ അതിന്റെ ഡെസിമൽ ഫോം എഴുതാണ്. പിടി കിട്ടുന്നുണ്ടോ? ഓക്കെ. ഇപ്പൊ നമ്മള് ചെയ്ത രീതിയിൽ മറ്റൊരെണ്ണം എഴുതാണ്. ഇപ്പൊ ചെയ്യുകയാണെങ്കിൽ 13/20. 13/20. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? ഇവിടെ ഓൾറെഡി നമുക്ക് ചെയ്തു അറിയാം 20 into 5 ആണെന്ന് അറിയാം. പക്ഷെ എല്ലാം ഇപ്പോഴും നമുക്ക് അങ്ങനെ അറിയണമെന്ന് നിർബന്ധമുണ്ടോ?
ഇല്ല, ചിലർക്ക് അറിയത്തില്ല 20 into 5 ആണ് 100 എന്നുള്ള കാര്യം അറിയത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ മൾട്ടിപ്ലൈ, ഓക്കെ ഞാൻ ഇതുകൂടെ അങ്ങനെ തൽക്കാലം അങ്ങനെ തന്നെ ചെയ്യുന്നത്. ഇനി അല്ലാതുള്ള നമ്പേഴ്സ് വരുമ്പോ എങ്ങനെയാ ചെയ്യുന്ന നോക്കാം. അപ്പോ 13 into 5 by 20 into 5. 13 into 5 എന്ന് പറയുമ്പോ എത്ര കിട്ടും? 65 by 100 which is equal to 0.65. അപ്പൊ നോക്കിയേ, അപ്പൊ ഡിനോമിനേറ്റർ 10ന്റെ പവർ ഡയറക്റ്റ് 10ന്റെ പവർ തന്നില്ലെങ്കിൽ പോലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ മറ്റൊരു ക്വസ്റ്റ്യൻ എഴുതുകയാണ്. Okay, 11 by 40. 40 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 100 എന്തെങ്കിലും കിട്ടോ? കിട്ടുമായിരിക്കും, പക്ഷെ നമുക്ക് ഡയറക്റ്റ് അറിയത്തില്ല. അപ്പൊ നമ്മളിത് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? അപ്പൊ അതിനു മുൻപായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, 10ന്റെ പവേഴ്സ് ഓരോന്ന് നോക്കും. 10 അല്ലെങ്കിൽ 10⁻1. നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 2 into 5 എന്ന് എഴുതിക്കൂടെ? അല്ലെങ്കിൽ 2⁻1 into 5⁻1. ഓക്കെ ആണല്ലോ. അടുത്തത് 100 എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 10 സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? 10 into 10 അല്ലേ 100? 10 സ്ക്വയർ ആണ്. ഈ 10 സ്ക്വയറിനകത്ത് 10നെ എനിക്ക് 2 into 5 എന്ന് എഴുതാം. 2 into 5 the whole square, that is 2 square into 5 square, അതാണ് 100. കറക്റ്റ് ആണ്. നോക്കിയേ, 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 ആണ്, 5 സ്ക്വയർ എന്ന് പറയുമ്പോൾ 25 ആണ്. 25 into 4 എന്താ കിട്ടുന്നത്? 100 ആ കിട്ടുന്നത്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പൊ 100 എന്ന് പറയുമ്പോൾ 2 സീറോസ് വന്നപ്പോ 2 സ്ക്വയർ into 5 സ്ക്വയർ. ഇനി അടുത്ത 3 സീറോസ് വരുന്ന 1000 എന്ന് നോക്കി കഴിയാം. അതിനെങ്ങനെ എഴുതാം? 10 ക്യൂബ് ആണ്. 10 into 10 into 10 ആണ് 1000. അപ്പോ അതിനെങ്ങനെ എഴുതാം? 2 into 5 the whole cube which is equal to 2 cube into 5 cube. 2 cube എന്ന് പറയുമ്പോൾ 8 ആണ്. 5 cube എന്ന് പറയുമ്പോൾ എത്രയാണ്? 125 ആണ്. 125. ഇപ്പൊ ഇവിടെ വെച്ചാൽ നമുക്ക് രണ്ട് നമ്പേഴ്സ് കിട്ടി. 8 125 ഓർത്തിരുന്നാൽ കൊള്ളാം. 8 into 125,000 ആണ്. 125 into 8,000 ആണ്. അപ്പൊ ഡിനോമിനേറ്ററിൽ 8 വന്നാൽ 125 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 125 വന്നാൽ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെയും വേണമെങ്കിൽ നോക്കാം. 4 വന്നാൽ 25 കൊണ്ടും 25 വന്നാൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, പെട്ടെന്ന് എഴുതി പോകാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പൊ 8 into 125,000 ആണ് കിട്ടുന്നത്. അപ്പൊ ജനറൽ ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഒരു 10⁻n എന്നുള്ള ഫോമിലാണെങ്കിൽ അതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം 2⁻n into 5⁻n. ഇങ്ങനെ വരത്തുള്ളൂ. അപ്പൊ ഡിനോമിനേറ്ററിൽ ഇതിലെ ഏതെങ്കിലും ഒരു ഫോമിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? മാറ്റിക്കൊണ്ട് വരണം. അപ്പോ ഇവിടെ എനിക്ക് 40 എന്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 10ഓ അതിന്റെ പവേഴ്സോ കിട്ടുന്നതെന്ന് അറിയാം. ഞാൻ പറഞ്ഞു, എല്ലാ ഡിനോമിനേറ്ററിൽ ഏത് നമ്പർ വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വരുന്ന ഒരു നമ്പറാണ് 40. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കുക. അപ്പോ അതെങ്ങനെയാണ്? അപ്പൊ ഇത് നിങ്ങളൊന്ന് ഓർത്തിരുന്നോണം ഈ കാര്യം. അപ്പോ 2⁻1 into 5⁻1 ആണെങ്കിൽ 10, 2 സ്ക്വയർ into 5 സ്ക്വയർ 100, 2 ക്യൂബ് into 5 ക്യൂബ്. ഓക്കെ, എന്ത് കിട്ടും? 1000. അപ്പൊ നമുക്ക് ചെയ്തു വരുമ്പോ ഡിനോമിനേറ്ററിൽ എപ്പോഴെങ്കിലും ഇപ്പൊ ഒരു വന്നേക്കുന്നത് ഇപ്പൊ 2⁻4 into 5 എന്ന് വന്നു. ഇപ്പൊ ന്യൂമറേറ്ററിലെ നമ്പർ ഏതെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് അറിയത്തില്ല. പക്ഷെ ഡിനോമിനേറ്റർ നമ്മൾ ചെയ്തു വന്നപ്പോ ഇങ്ങനെയാണ് വന്നത്. അപ്പോ നമുക്കറിയാം 2⁻4 into 5⁻4 ആയിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ 10,000 എഴുതാം. പക്ഷെ ഇവിടെ അങ്ങനെ ഉണ്ടോ? ഇല്ല. 2⁻4 into 5⁻4 വന്നായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. പക്ഷെ 5⁻4 വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. അപ്പൊ ഇവിടെ ഓൾറെഡി 5 അല്ല ഉള്ളോ? അപ്പൊ ഒരു 3 എണ്ണത്തിന്റെ കുറവുണ്ട്. അപ്പൊ ഞാനൊരു 5 ക്യൂബ് കൊണ്ട് ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2⁻4 ആകും. ഇവിടെ രണ്ടുകൂടെ ചേർന്ന് 5⁻4 ആവും. ഇത് നമുക്ക് എന്ത് എഴുതാം? ഡിനോമിനേറ്ററിൽ അത് എത്ര ആയിക്കോട്ടെ, ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിൽ എന്ത് കിട്ടും? 1 ഇട്ടിട്ട് 4 0. ഓക്കെ, ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒറ്റ പാർസൽ ചിലപ്പോൾ കിട്ടത്തില്ലായിരിക്കും. ഞാൻ അത് ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെ കാണിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഇത് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാ പറയുന്നത്. ശ്രദ്ധിച്ചോളൂ. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലിരിക്കുക. അപ്പോ 11/40 ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ ആദ്യം 40 ഒന്ന് ഫാക്ടറൈസ് ചെയ്യുകയാണ്. അപ്പൊ 2, 20, 2, 10, 2, 5 അല്ലെ എന്ന് പറഞ്ഞാൽ 2 into 2 into 2 ക്യൂബ് into 5 ആണ് എന്തെന്ന് പറയുന്നത് 40. 2 ക്യൂബ് എന്ന് പറയുമ്പോൾ 8 ആണ്. 8 into 5 ആണ് എന്ത് കിട്ടിയത്? 40 കിട്ടിയേക്കുന്നത്. അപ്പൊ നമുക്ക് 2 ക്യൂബ് into 5 എന്ന് തന്നെ എഴുതുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഞാൻ ഈ 11/40 എങ്ങനെ എഴുതി? 11/40ക്ക് പകരം അതാണ് 40 ആണ് 2 ക്യൂബ് into 5 അല്ലെ. 40 is equal to നമുക്ക് എഴുതി കാണിക്കാം 2 ക്യൂബ് into 5 ആണ് 40. അപ്പൊ ആ 40ക്ക് പകരം നമ്മൾ എന്ത് എഴുതി? 2 ക്യൂബ് into 5. ഓക്കെ ആണല്ലോ. അപ്പോ ഇവിടെ 2 ക്യൂബ് ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു 5 ഉള്ളതിൽ ഏറ്റവും വലുതാണ് നോക്കാൻ കേട്ടോ. അപ്പൊ 2 ക്യൂബ് ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു 5 ക്യൂബ് വരണം. പക്ഷെ ഇവിടെ എത്രയേ ഉള്ളൂ? 5 ഉള്ളൂ. ഒരു 5 ഉള്ളൂ. മൊത്തം 3. ഇവിടെ 3 2 ഉണ്ടെങ്കിൽ 3 5 വരണം. അത് നിർബന്ധമാണ്. പക്ഷെ ഇവിടെ 3 2 ഉണ്ട്. പക്ഷെ ഒരു 5 ഉള്ളൂ. അപ്പൊ ഇനി എത്ര 5 കൂടെ വരണം?
രണ്ട് അഞ്ചും കൂടി വരണം. ദാറ്റ് ഈസ് 5 സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5 സ്ക്വയർ കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല, ന്യൂമറേറ്ററിലും ചെയ്യണം. അപ്പൊ 11 into 5 സ്ക്വയർ ബൈ ഇവിടെ ഓൾറെഡി 2 ക്യൂബ് into 5 ഉണ്ട്, ഇൻറ്റു നമ്മളൊരു 5 സ്ക്വയറും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ ആണല്ലോ. ഇനി 11 into 5 സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 25 ആണ്. ഡിവൈഡ് ബൈ ഇവിടെ 2 ക്യൂബ് ഇൻറ്റു 5 into 5 സ്ക്വയർ 5 ക്യൂബ് ആയി. 2 ക്യൂബ് into 5 ക്യൂബ് നമുക്കറിയാം എത്ര കിട്ടുന്നത്. ഒന്നിട്ടിട്ട് എത്ര പോയി 2 into 5 the whole cube, that is 1000. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ വരും? 11 into 25. 11 into 25 ചെയ്യാൻ പെട്ടെന്ന് പറ്റത്തില്ലേ? 5 2 7 275 എന്ന് കിട്ടും അല്ലെ? 5 7 5. ഇവിടെയാണെങ്കിലോ ബൈ 1000. ഇത്ര മതി. ഇവിടെ 3 ആണ്. 2 ക്യൂബ് 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ ഒന്നിട്ടിട്ട് 3 പൂജ്യം. 2⁴ 5⁴ ആണെങ്കിലോ ഒന്നിട്ടിട്ട് 4 പൂജ്യം. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് കിട്ടി? 275 by 1000. ഇതിന് ആൻസർ നമുക്ക് പെട്ടെന്ന് അറിയാമല്ലോ, 0.275. ഇനി അല്ലെങ്കിൽ പിന്നെ ഇത് ഡിവൈഡ് ചെയ്ത് വേണേൽ ചെയ്ത് നോക്കാം. പക്ഷെ അതിനേക്കാൾ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ഇതായിരിക്കും. ഓക്കെ ആണല്ലോ. ശരി, ഓക്കെ, നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. 3/8 അടുത്ത് നോക്കാൻ പോകുന്നത് 3/8 ആണ്. 3/8. ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു 8 into 125,000 ആണെന്ന് അറിയാവുന്നവർക്ക് ഈ പ്രശ്നമൊന്നുമില്ല. 8 വന്നു അങ്ങനെ ചില നമ്പേഴ്സ് ഒന്ന് ഓർത്തിരുന്നോളൂ. ഏതൊക്കെയാ? 2 5. 2 വന്നാൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 5 വന്നാൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 4 25. 4 ആണെങ്കിൽ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 25 ആണെങ്കിൽ 4 മൾട്ടിപ്ലൈ ചെയ്യാം, 100 കിട്ടും. അടുത്തതാണെങ്കിൽ 8 125. കാര്യം ഇത് 2 ക്യൂബ്, ഇത് 5 ക്യൂബ് ആണ്. അപ്പൊ 8 into 125,000 ആണ്. 125 into 8. അപ്പൊ 8 വരുവാണെങ്കിൽ 125 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 125 വരുവാണെങ്കിൽ 8 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ ഇവിടെ ഡയറക്റ്റ് 125 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഞാൻ തൽക്കാലം ഞങ്ങൾ ഇപ്പൊ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യാൻ പോണേ. 8നെ ഫാക്ടറൈസ് ചെയ്യാം. ഇതവിടെ നിൽക്കട്ടെ, ഇത് വേറെ. 8നെ ഫാക്ടറൈസ് ചെയ്തു. അപ്പൊ 2 ഇവിടെ 4 വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു 2. അപ്പൊ 2 into 2 into 2. ഓക്കെ, അപ്പൊ 2 ക്യൂബ് എന്ന് കിട്ടി. അപ്പൊ 3/2 ക്യൂബ് ആണ്. 3/2 ക്യൂബ് അല്ലേ? ഇവിടെ 2 ക്യൂബ് ഉണ്ട്. അപ്പൊ എത്ര കൂടെ വരണോ? ഇനി 5 ക്യൂബും കൂടെ വന്നാലേ നമുക്ക് അവിടെ 0 എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഒരു 5 ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 3 into 5 ക്യൂബ്. ഇവിടെയാണെങ്കിൽ 2 ക്യൂബ് into 5 ക്യൂബ്. 5 ക്യൂബ് എന്ന് പറയുമ്പോൾ എത്രയാ? 125 ആണ്. അപ്പൊ 3 into 125 ഡിവൈഡ് ബൈ 2 ക്യൂബ് into 5 ക്യൂബ് എത്രയാ? ഒന്നിട്ടിട്ട് 3 പൂജ്യം. 125 into 3. അപ്പൊ 3 175 അല്ലെ? 2 ഓക്കെ. 375 by 1000. 375 by 1000 എന്ന് പറയുമ്പോൾ 0.375 ആൻസർ. പിടികിട്ടുന്നുണ്ടോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1/16 ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്താ ചെയ്യാൻ പോകുന്നത്? 1/16. അപ്പോ 1/16ന്റെ ഡെസിമൽ ഫോം കണ്ടുപിടിക്കണം. അപ്പൊ അത് നമ്മൾ ഇതേ രീതിയിൽ ചെയ്യുന്നു. 16നെ ഫാക്ടറൈസ് ചെയ്യുന്നു. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു 8 ആണ്. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു 4. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു 2 അല്ല, ഇനി 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും. അപ്പൊ 2 into 2 into 2 into 2. ഓക്കെ ആണല്ലോ. അപ്പൊ 2⁴ ആണ്. അപ്പൊ 1/2⁴. അപ്പൊ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5⁴ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോ 1/2⁴ into 5⁴. ഇവിടെയും into 5⁴. ഓക്കെ ആണല്ലോ. 5⁴ എത്രയാണോ? പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? 2 into 2 സോറി 5 into 5 into 5 into 5. അത് എളുപ്പം അറിയാവുന്ന 5 into 5 into 5 into അല്ലെ? ഇത് രണ്ടും കൂടെ ആകുമ്പോ 25. ഇത് രണ്ടും കൂടെ ആകുമ്പോ 25. 25ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോ എത്ര കിട്ടും? 625. അതല്ലേ കുറച്ച് എളുപ്പം. അപ്പൊ 5⁴ എന്ന് പറയുമ്പോൾ 625 ആണ്. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? 625 ന്യൂമറേറ്ററിൽ കിട്ടും. 625 into 1 625 തന്നെ. ഇവിടെയാണെങ്കിലോ വന്നിട്ടിട്ട് എത്ര പൂജ്യമോ? 4 പൂജ്യം. കാര്യം 2⁴ 5⁴ ആണ്. അപ്പൊ ഡെസിമൽ ആയിട്ട് എത്ര പ്ലേസ് വരണം? 4 പ്ലേസ്. ഇവിടെ 3 എന്നല്ലേ ഉള്ളൂ. അപ്പൊ 0.0625. കറക്റ്റ് അല്ലേ? 4 സീറോസ് വന്നാൽ ഡെസിമൽ ആയിട്ട് 4 പ്ലേസ് വരും. അപ്പൊ 0.625. നോക്കി ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. 7/80 അടുത്ത ചോദ്യം. 7/8. ഓക്കെ ആണോ? 7/80 എന്ന് വരുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? നോക്കിയേ, 80യെ ഫാക്ടറൈസ് ചെയ്യുന്നു. അപ്പൊ 2 40 again 2 20 2
10 2 5. ഓക്കെ ആണല്ലോ. അപ്പോ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അപ്പം 240. ഓക്കെ, എന്താ വന്നേക്കുന്നേ? 2⁴. 80 നമുക്ക് എങ്ങനെ എഴുതാം? 2⁴ into 5 എന്ന് കിട്ടും. 2⁴ into 5. അപ്പൊ 7/2⁴ into 5. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഒരു 5 അല്ലേ വന്നേക്കുന്നത്. അപ്പൊ 5³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ ഓൾറെഡി ഒരു 5 ഉണ്ട്, ഒന്ന്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? 7 into 5³ ബൈ ഇവിടെയാണെങ്കിലോ 2⁴ into 5 into 5³. ഓക്കെ ആണല്ലോ. അപ്പൊ നോക്കിയേ, ഇവിടെ എന്ത് കിട്ടും? 5³ എന്ന് പറയുമ്പോ 5 into 5 into 5 125 അല്ലേ കിട്ടുന്നത്. അപ്പൊ 7 into 125 ഡിവൈഡ് ബൈ ഇവിടെയാണെങ്കിലോ 2⁴ into ഇതാണെങ്കിൽ 5⁴ ആകും. 125 into എന്ന് പറയുമ്പോ എത്ര കിട്ടും? 35 3 875 അല്ലെ? 875 കിട്ടും. 875 ഡിവൈഡ് ബൈ ഇവിടെയാണെങ്കിലോ 4 zeros. അപ്പോഴും ഇവിടെ 3 പ്ലേസേ ഉള്ളൂ. ഒരു പ്ലേസ് 0 അഡ്ജസ്റ്റ് ചെയ്യണം. 0.0875. ഓക്കെ ആണോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ചിലപ്പോൾ ഇതുപോലെ ഇവിടെ നമ്മൾ ചെയ്തതിനകത്ത് മിക്കുള്ളതെല്ലാം 2ന്റെ ആയിരുന്നു കൂടുതൽ. ചില കേസിൽ 5ന്റെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 2ന്റെ പവേഴ്സ് കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ ആണല്ലോ. അപ്പം അങ്ങനെ ഒരു കേസ് ഇപ്പൊ 5ന്റെ ഇത് വരുന്ന വേണമെങ്കിൽ ചെയ്യണോ? വേണമെങ്കിൽ അതുകൂടെ ഒന്നും ചെയ്തേക്കാം. 5ന്റെ കേസ് വരുന്ന ഒരെണ്ണം കൂടെ ചെയ്തേക്കാം. 5 കൂടുതൽ വരുന്ന രീതിയിൽ. ഇപ്പോ 1/125. ഞാൻ ആദ്യമേ പറഞ്ഞു 125 എന്ന് പറയുമ്പോൾ എത്ര? 5³ ആണ്. അപ്പൊ 1/5³ ആണിത്. അപ്പൊ എന്ത് ചെയ്യണം? 2³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 1 into 2³ ബൈ 5³ into 2³. അപ്പൊ ഇവിടെ 1ന്റെ സ്ഥാനത്ത് വേറൊരു നമ്പർ ഇട്ടേക്കാം. 4 അല്ലെ? അപ്പൊ 4 ആയി. എല്ലാം അങ്ങ് 1 മാത്രമായാൽ ശരിയാവത്തില്ലല്ലോ. 4 കൊടുത്തു. ഓക്കെ, അപ്പൊ നോക്കാം എങ്ങനെയാ വരുന്നത്. അപ്പൊ ഇവിടെ 4 into 2³ എന്ന് പറയുമ്പോൾ 8 ആണ്. ഇവിടെയാണെങ്കിലോ 5³ into 2³ എന്ന് പറയുമ്പോൾ 1000 വരും. 4 into 8 32 by 1000 equal to 0.032. ഓക്കെ ആണല്ലോ. അപ്പൊ എങ്ങനെയാണ് ഒരു ഫ്രാക്ഷനിൽ നിന്നും അതിന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ ഫോമിലേക്ക് മാറ്റുന്നതെന്നുള്ള പിടി കിട്ടിയല്ലോ. അപ്പം ഇത്തരത്തിൽ കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനിയിപ്പം ടെക്സ്റ്റിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഇന്ന് തൽക്കാലം ഈ ഒരു സെക്ഷൻ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പം ഇന്ന് കുറച്ച് കാര്യമായിട്ട് കാര്യം ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു പോർഷനാണ് ഇത്. പല സെക്ഷൻസിലും നമുക്ക് ഇത് പ്രയോജനം ചെയ്യും. അപ്പൊ ഇന്ന് ഫ്രാക്ഷൻസിൽ നിന്നും അതിന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ ഫോമിലേക്ക് മാറ്റുന്ന ഈ ഒരു രീതി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.